28th आयत में देखा कि come unto me, मेरे और आओ करके वो कहता है। ആദ്യത്തെ വാക്യം, 3 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ആമേൻ എന്റെ അടുക്കലേക്ക് വരുവിൻ. हालेलुया। और दूसरा कहता है यील्ड, सबमिट, हालेलुया, मेरे और आमीन तुम समर्पण करो करके वहां पर कहा जा रहा है। രണ്ടാമത് എന്ന് പറയുന്നത് എന്റെ നുകം ഏൽക്കണം, അതായത് കർത്താവിന്റെ കീഴിൽ താണിരിക്കണം. और तीसरा हम देखते हैं आमीन लर्न फ्रॉम मी, मुझसे सीखो करके कहता है। മൂന്നാമത് കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. हालेलुया। लर्न आमीन जो सीखो करके जो शब्द है वहां पर हालेलुया एक डिसाइपल डिसिप्लिन में आने वाला अनुभव के बारे में भी हम प्रेषित वचनों में सीखते हैं। പഠിക്കുക എന്ന് പറയുമ്പോൾ വചനം നമ്മളോട് പറയുന്നത് അതൊരു ശിക്ഷനാകുക, ഒരു ഗുരുവിൽ നിന്ന് ശിഷ്യത്വം പഠിക്കുക എന്നുള്ള ഒരു അനുഭവമാണ്. हालेलुया। आई मीन बड़े बड़े ज्ञानी लोग, बड़े पीएचडी वाले लोग करके हम कहते हैं, लेकिन बड़े ज्ञानी लोग हालेलुया बड़े बड़े कार्यों को छोटे छोटे शब्दों में कहने का प्रयास करते हैं। നമ്മൾക്കറിയാം, ഇപ്പോൾ PhD ബിരുദമൊക്കെ എടുത്ത ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരുപാട് അറിവും ജ്ഞാനവും ഉള്ളവർ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടാണ്. बड़े ज्ञानी लोगों के मुंह से कुछ आना भी बड़ा मुश्किल है। ഒത്തിരി ജ്ഞാനികളായവരുടെ വായിൽ നിന്നൊരു വാക്ക് കേൾക്കണമെങ്കിൽ തന്നെ പ്രയാസം. हालेलुया। एक या दो शब्द कहेगा, लेकिन उसमें पूरा आई मीन प्रेसिडेंट एक पैराग्राफ या सेंटेंस या स्टेटमेंट भी उसमें समराइज किया जाता है। അവര് സംസാരിക്കുമ്പോൾ 1-2 വാക്കുകൾ മാത്രമേ പറയുള്ളൂ. ആ വാക്കുകളിൽ എന്നാൽ വലിയൊരു ഖണ്ഡിക, ഒരു വലിയ അർത്ഥം അതിനകത്തുണ്ടാവും. लेकिन हमारे जैसे लोग एक शब्द के लिए हम बड़े बड़े पैराग्राफ बोल देते हैं, बड़े बड़े प्रचार भी हम कर लेते हैं। എന്നാൽ നമ്മളെ പോലെയുള്ള ആളുകൾ ഒരു കാര്യം പറയേണ്ടതിന് ഒരു വലിയ പാരഗ്രാഫ് പോലെ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയും. हालेलुया। यीशु से एक बात हम सीखते हैं कि ये 3 शब्द में पूरा गॉस्पेल आई मीन प्रेसिडेंट समराइज किया जाता है। എന്നാൽ യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ ഈ 3 വാക്യങ്ങളിൽ യേശു സുവിശേഷം മുഴുവനും അടക്കി വെച്ചിട്ടുണ്ട്. आई मीन कम अनटू मी, मेरे और आओ करके यीशु कहता है। എന്റെ അടുക്കലേക്ക് വരുവിൻ എന്ന് യേശു പറയുക. और फिर कहता है सबमिट योरसेल्फ, मेरे और तुम समर्पण करो करके यीशु कहता है। നിങ്ങൾ കടന്നു വന്ന് എന്നിലേക്ക് നിങ്ങളെ സമർപ്പിക്കുക എന്ന് പറയുക. और तीसरा कहता है फॉलो मी, मुझसे तुम कुछ सीखो, मेरे साथ तुम चलो। आई मीन वहां पर डिसिप्लिन के बारे में कहा जाता है। മൂന്നാമത് എന്നിൽ നിന്ന് പഠിച്ച് ആമേൻ എന്നെ അനുഗമിക്കുക, ശിഷ്യത്വത്തെ കുറിച്ച് യേശു പറയുക. हालेलुया। वहां पर इस तीनों बातों में पूरा गॉस्पेल हमें समराइज करके दिया जा रहा है। ഈ 3 കാര്യങ്ങളിൽ സുവിശേഷം മുഴുവനും അടക്കം ചെയ്തിരിക്കുകയാണ്. जानने के लिए और एक आयत हम पढ़ेंगे, यूहन्ना के सुसमाचार उसके 6 अध्याय उसके 3 आयत में। हालेलुया। प्रेज़ द लॉर्ड। आज यदि यीशु हम आमने सामने देख नहीं पा रहे हैं, लेकिन उस यीशु के बारे में जानने के लिए परमेश्वर का वचन हमें कुछ बातों को जरूर सिखाते हैं। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ യേശു നമ്മളെ അവൻ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം അവന്റെ അടുക്കൽ വരുന്നത് കണ്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട് John 6:3 वहां पर ऐसा लिखा गया है, आई एम द ब्रेड ऑफ लाइफ, हालेलुया, मैं ही जीवन का रोटी हूं करके यीशु वहां पर कहता है। അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. हालेलुया। प्रेज़ द लॉर्ड। जो रोटी है वो हमें सिखाता है कि मेरे द्वारा ही तुम्हें जीवन मिल सकता है।
ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് ജീവൻ ലഭിക്കുന്നുവെന്ന് കർത്താവ് പറയുകയാണ്. I mean, आज हम शायद उस यीशु को आमने सामने देख नहीं पा रहे हैं, बल्कि उसके वचनों के द्वारा हम यीशु को जान पाते हैं, यीशु के बारे में हम सीख पाते हैं. നമ്മൾ നേരിട്ട് യേശുവിനെ ഒരുപക്ഷെ ഇപ്പോൾ മുഖാമുഖമായി കാണുന്നില്ലായിരിക്കാം. ആമേൻ. എന്നാൽ യേശു തന്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. हालेलुया. उसी अध्याय का 48th आयत में वहां पर बताया गया है, I am the bread of life. ആറാം അധ്യായത്തിന്റെ 48ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. पढ़ेंगे उस आयत को. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ആകുന്നു. हालेलुया. प्रस्तुत में ही जीवन का रोटी हूं करके यीशु वहां पर कहता है. ഞാൻ ജീവന്റെ അപ്പമാകുന്നെന്ന് യേശുവോട് और फिर പറയുക. कहता है, those who come to me will not hunger करके वहां पर कहते, जो मेरे पास आता है उन्हें भूख नहीं लगेगा. അത് കഴിക്കുന്നവന് ഒരു നാളും വിശക്കുകയില്ല. और जो मुझ पर विश्वास करते हैं उन्हें कभी भी प्यास नहीं लगेगा. എന്നിൽ വിശ്വസിക്കുന്നവന് പിന്നീട് ദാഹിക്കുകയില്ല. जो मेरे पास आएंगे उसे भूख नहीं लगेगा. എന്റെ അടുക്കലേക്ക് വരുന്നവന് വിശക്കുകയില്ല. और जो मुझ पर विश्वास करते हैं उन्हें प्यास नहीं लगेगा. എന്നിൽ വിശ്വസിക്കുന്നവന് അവന് ദാഹിക്കുകയില്ല. दो चीजें हैं, आना जरूरी है तो भूख मिटेगा. നീ കടന്നു വന്നാൽ നിന്റെ വിശപ്പ് മാറും. विश्वास करेंगे तो प्यास मिट जाएगा. നീ വിശ്വസിച്ചാൽ നിന്റെ ദാഹം മാറും. हालेलुया. आज सुबह परमेश्वर की ओर यदि हम आने के लिए तैयार है, केवल आने से काम नहीं हुआ, बल्कि उस पर विश्वास करने के द्वारा हमारा भूख और प्यास वो मिटा सकता है. നമ്മൾ യേശുവിങ്കിലേക്ക് കേവലം വന്നത് മാത്രമല്ല, യേശുവിങ്കിലേക്ക് വരണം. വന്നവർ വിശ്വസിക്കണം. നമ്മുടെ വിശപ്പും ദാഹവും മാറും. और यहाँ पर हमने देखा मत्ती के सुसमाचार 11वें अध्याय उसके 28th आयत में, जो परिश्रम करते हैं वो मेरे पास आओ करके कहता है. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ മത്തായി സുവിശേഷം 11ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ. I mean, ये जो वजन उठाने वाला है वो क्या परिश्रम कर रहे हैं, ऐसा यीशु कहने का कोशिश कर रहा है. ഒത്തിരി ജോലി ചെയ്യുന്നവർ എന്റെ അടുക്കലേക്ക് വരുവിൻ എന്നാണോ യേശു പറയുന്നത്? सोचकर देखिएगा, 50 किलो का जो सीमेंट उठा रहा है, हालेलुया, उनके बारे में क्या यीशु कहता है कि जो बोझ उठा रहा है वो मेरे पास आओ करके कह रहा है? നിങ്ങൾ എന്തുവാണ് ചിന്തിക്കുന്നത്? വലിയ 100 കിലോയുടെ സിമന്റ് ചാക്കോ എടുക്കുന്ന വ്യക്തിയെയാണോ യേശു ഇവിടെ വിളിക്കുന്നത്? नहीं, हालेलुया. वहां पर यीशु कुछ और अर्थ से हमें समझाने का कोशिश कर रहा है. അങ്ങനെ ഒരു അർത്ഥമല്ല യേശു അവിടെ പറയുന്നത്. I mean, वहां पर दिन रात मेहनत करने वाले लोगों के बारे में यीशु नहीं कह रहा है कि तुम्हारे बोझ लेकर मेरे पास आओ करके नहीं कह रहा है. അവിടെ രാവും പകലും ജോലി ചെയ്യുന്ന വ്യക്തികളെ ആമേൻ എന്റെ അടുക്കൽ വരുവിൻ എന്നല്ല യേശു പറയുന്നത്. बल्कि मानव जाति ने पाप किया है और उस पाप का बोझ उठाने वाले मेरे पास आओ, मैं तुम्हारा बोझ उठा लूंगा करके यीशु कह रहा है. എന്നാൽ മാനവരാശി പാപം ചെയ്ത പാപത്തിന്റെ ഭാരം പേറി നടക്കുന്ന ആ ജീവിതങ്ങളെയാണ് യേശു തന്റെ അടുക്കലേക്ക് വിളിക്കുന്നത്. इंसान उठाने वाला सबसे बड़ा बोझ है पाप का बोझ. वो गिल्टी कॉन्शियस से अपनी जिंदगी को बिताते हैं. മനുഷ്യൻ വഹിക്കുന്നതിൽ ഏറ്റവും ഭാരമേറിയ ആമേൻ ഒരു ഒന്നാണ് പാപത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. हालेलुया. उनकी जिंदगी में कभी भी वो आजादी वे अनुभव कर नहीं पाते, क्योंकि अंदर ही अंदर टूटे हुए हैं. मैंने वो गलती किया, मैंने फलाना बात बोल दिया, फलाने रास्ते में चला बोलकर उस गिल्टी कॉन्शियस हमारे जिंदगी को नियंत्रण करने का कोशिश करता है. ചെയ്തു വയ്ക്കുന്ന തെറ്റുകളുടെ കുറ്റങ്ങളുടെ ആ ചിന്ത, കുറ്റബോധം ഇങ്ങനെ ദിനം പ്രതി ഞാൻ അത് ചെയ്തു പോയല്ലോ എന്ന് ചിന്തിച്ച് ജനത്തെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. हालेलुया. ये पाप का बोझ के बारे में यीशु यहाँ पर कहने के लिए कोशिश कर रहा है. പാപത്തിന്റെ ഭാരം പേറുന്ന വ്യക്തികളെയാണ് യേശു ഇവിടെ आपको ഉദ്ദേശിക്കുന്നത്. समझाने के लिए और एक आयत बताने का कोशिश करूंगा. भजन संहिता 38 उसके 4th वर्स हम देखेंगे. भजन संहिता 38 उसके 4 आयत की ओर हमारे ध्यान हम लेकर आएंगे. 38ാം സങ്കീർത്തനത്തിന്റെ 4ാം വാക്യം, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു,
ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അധികനമായിരിക്കുന്നു. मेरे पाप मेरे सिर के ऊपर हालेलुया भरा हुआ है, हालेलुया बड़े बोझ मेरे सिर के ऊपर रखने के समान आमीन वो पाप का आमीन वजन आमीन मुझे आमीन तंग करता है. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അധികനമായിരിക്കുന്നു. I mean, my sin has become heaviest on me. I mean, मेरे और मेरे ऊपर I mean, पाप बड़ा वजनदार हो गया है. अब मैं उसे सह नहीं पाऊंगा. എന്റെ പാപങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, അവ എനിക്ക് इस അതിഘനമായിരിക്കുന്നു. संसार में बड़े बड़े अमीर लोग भी शांति से सो नहीं पाते हैं क्योंकि पाप का बोझ उन्हें नियंत्रण करता है. വളരെ ധനികന്മാരായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ പോലും പലർക്കും രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയുന്നില്ല, പാപത്തിന്റെ ഭാരം പേറിയിരിക്കുന്ന ആളുകൾ. एक बार केरला में एक टीम आई मीन जेल विजिट करने के लिए प्रयास किया. ഒരിക്കൽ ഒരു സുവിശേഷ സംഘടന അവരൊരു ഗ്രൂപ്പായി ജയില് കാണുവാൻ പോയി. और सभी लोग जेल में वहां के कैदियों से मुलाकात कर रहे थे, बातें कर रहे थे. അവർ ഓരോരുത്തരായി കുറ്റവാളികളെയൊക്കെ പോകുവാനും കാണുവാനും ഇടയായി. और कुछ लोग बहनों का सेल में भी विजिट करने के लिए उनको अनुमति दिया. കുറച്ചുപേർ സഹോദരിമാരെ വിസിറ്റ് ചെയ്യുവാനായി പോയി. वहां पर एक स्त्री आई मीन जोर जोर से चिल्ला चिल्ला कर रो कर कहती है कि मैंने उस दिन किया हुआ वो पाप मेरे आंखों के सामने आता है, इसके लिए मैं सो नहीं पाती हूँ. അവിടെ ഒരു വനിത ഉറക്കെ നിലവിളിക്കുകയാണ്, ഞാൻ ചെയ്ത ആ തെറ്റ്, ആ പാപം അതെന്റെ കണ്ണിൻ മുമ്പിൽ വന്നു നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. मेरा न्यू बॉर्न बेबी को मैंने गला दबा कर मार डाला, हालेलुया मेरे हाथों में वो मरा. हालेलुया आज भी जब मैं आंखें बंद करता हूँ उस बच्चे का चेहरा मेरे आंखों के सामने आता है, इसके लिए अभी भी मैं सो नहीं पाता हूँ. എന്റെ കൊച്ചു കുഞ്ഞിനെ ആമേൻ ജനിച്ച പിഞ്ചു പ്രായമുള്ള പൈതലിനെ ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് ഞെക്കിക്കൊന്നു. ആമേൻ ആ കുഞ്ഞിന്റെ മുഖമാണ് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് രാത്രികളിൽ പോലും ഉറങ്ങുവാൻ കഴിയുന്നില്ല. किया हुआ उस गुनाह का गिल्टी आई मीन कॉन्शियस से उनका दिन रात नींद गया है. हालेलुया शांति नहीं मिल रहा है. भले उसका आई मीन पनिशमेंट के लिए जेल में तो डाला गया है, फिर भी आई मीन उसके मन में वो गिल्टी कॉन्शियस उसे नियंत्रण कर रहा है. ആ വന്നുപോയ തെറ്റ്, ആ ചെയ്ത തെറ്റ്, അതിന് ശിക്ഷ തനിക്ക് ലഭിച്ച് ജയിലിലായിരിക്കുന്നുവെങ്കിൽ പോലും തനിക്ക് വന്ന ആ തെറ്റിന്റെ കുറ്റബോധം കാരണം തന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. हालेलुया काफी बार हमें भी कुछ बातें हैं जो हमें हॉन्ट करता है. हालेलुया काफी बार हमें शांति हमें खत्म कर देता है. हमें आनंद से मसीह जिंदगी जी नहीं पाते क्योंकि उस दिन हुआ उस घटना हमारे मन को हमें हर एक बार हमें हॉन्ट करते रहता है. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാണുമായിരിക്കാം. ആമേൻ നാം ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ വന്നുപോയ ചില തെറ്റുകൾ അതൊരു കുറ്റബോധമായി നമ്മളെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. लेकिन मसीह लोग होने के नाते शायद आप लोग पूछेंगे कि पास्टर हमने क्या गुनाह किया है, हमने क्या पाप किया है, हम तो बड़े भक्त लोग हैं. ഒരുപക്ഷെ പെന്തക്കോസ്തുകാരാണെന്ന് പറഞ്ഞ് നമ്മൾ ആമേൻ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും, ഞാൻ എന്ത് പാപം ചെയ്യുന്ന വ്യക്തി. हालेलुया लेकिन आई मीन एक अच्छा व्यक्ति आई मीन उसके जिंदगी में एक दिन कम से कम 5 पाप यदि उसने किया है, सोच लो. ഒരു സാധാരണ വിശ്വാസിയെ കുറിച്ച് ചിന്തിച്ചാൽ തന്റെ ജീവിതത്തിൽ ഒരു ദിവസം 5 പാപം ചെയ്യുന്നു എന്നിരിക്കട്ടെ. आई मीन शायद फोन में दूसरा व्यक्ति के बारे में गलत बातें बोला होगा, वो पाप है. परमेश्वर के सामने वो पाप ही है. നമ്മളൊരു വ്യക്തിയെ കുറിച്ച് ഫോണിൽ മറ്റൊരു വ്യക്തിയെ കുറിച്ച് ദോഷകരമായി നമ്മൾ സംസാരിക്കുന്നെങ്കിൽ അത് പാപമാണ്. और यदि मैं सुन रहा हूँ तो वो भी पाप है. നമ്മള് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നെങ്കിൽ അതും പാപമാണ്. हालेलुया छोटे छोटे बातें जो हम सोचते हैं वो परमेश्वर की नजरों में पाप ही है. നമ്മൾ ചിന്തിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെന്നായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അത് പാപമാണ്. आई मीन सोच कर देखिएगा यहाँ का एक बैंक में यदि कुछ रॉबर्स मिलके आई मीन 2 करोड़ रुपए चुरा लिया, सोचो. നിങ്ങൾ ചിന്തിക്കുക, ഒരു ബാങ്കിൽ പോയൊരു 2 കള്ളന്മാര് അവിടെ നിന്ന് കോടികൾ മോഷ്ടിച്ചു എന്നിരിക്കട്ടെ. उनको क्या बुलाएंगे हम? അവനെ എന്താ വിളിക്കുന്നത്? चोर करके बुलाएंगे. അവനെ കള്ളൻ എന്നേ വിളിക്കത്തുള്ളൂ. यदि घर से 100 रुपए या कहीं से 100 रुपए उसने आई मीन किसी ने अगर चोरी कर लिया तो उसको क्या बुलाएंगे?
ഒരു ഭവനത്തിൽ നിന്നൊരു 100 രൂപ ഒരുത്തൻ കട്ടെടുത്തെന്നിരിക്കട്ടെ, അവനെ എന്താ വിളിക്കുന്നത്? अरे 2 करोड़ लेने वालों को भी चोरी बुलाएगा, 100 रुपए लेने वाले को भी चोरी बुलाएगा। 2 കോടി മോഷ്ടിച്ചവനും കള്ളനാണ്, 100 രൂപ എടുത്തവനും കള്ളൻ തന്നെയാണ്. हम बड़े बड़े काम नहीं किया होगा, लेकिन छोटे छोटे काम है वो पाप ही है। उसमें से कोई एक्सम्पशन नहीं दिया गया है। വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെന്ന് വരാം, എന്നാൽ ചെറിയ ചെറിയതായി നമ്മൾ ചെയ്യുന്നതും തെറ്റ്, കള്ളം, തെറ്റ് തന്നെയാണ്, പാപമാണ്. गलत रास्ते में चला, गलत व्यवहारों में उलझ गया। सोच कर देखिएगा, एक एक बातें यदि हम देखेंगे तो सुबह से लेकर रात तक 5 नहीं, कम से कम 20 या 25 पाप तो एक दिन एक व्यक्ति कर लेता है। അങ്ങനെ നമ്മൾ തെറ്റായ വഴികളിൽ തിരിഞ്ഞതും ചിന്തിച്ചതും ചെയ്തതുമായി രാവിലെ മുതൽ രാത്രി വരെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ 5ഒന്നുമല്ല, 10-25 പാപം ചെയ്യാത്ത ആരുമില്ല. എന്നാൽ 5 കൂട്ടി നോക്കാം. मैंने ये 5 बहुत ही डीसेंट और एकदम भक्त व्यक्ति के बारे में मैंने कहा है. ഈ 5 എന്ന് പറയുന്നത് വളരെ നല്ല അതിഭക്തനായ ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. हालेलुया, प्रेज द लॉर्ड. बस एग्जाम्पल के लिए, आपको समझाने के लिए मैं बोलने का प्रयास कर रहा हूँ. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. सोच कर देखिएगा, एक व्यक्ति ने 5 पाप एक दिन कर दिया. 5 പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുക. वो व्यक्ति 365 डेज के बाद में कितना पाप किया होगा? 365 ദിവസത്തിന് ശേഷം താൻ എത്ര പാപം ചെയ്തു? 365 into 5, 1825 पाप उन्होंने किया है. അത് മൾട്ടിപ്ലൈ ചെയ്താല് 1825 പാവം. ये एक डिसेंट व्यक्ति के बारे में बोल रहा हूँ. ഒരു ഭക്തന്റെ കാര്യമാണ് പറയുന്നത്. 365 into 5 के बारे में मैंने अपने गिनती करके देखा है. 365 ദിവസം 5 പാപം. 1825 पाप एक साल में उन्होंने किया है. 1825 പാപം. और वो व्यक्ति अगर 10 साल जिंदा है तो उन्होंने 18,250 पाप उन्होंने किया है. ഇനി ആ വ്യക്തി 10 വർഷം ജീവിക്കുന്നെങ്കിൽ താൻ 18,250 പാപം ചെയ്തെന്ന് വിചാരിക്കുക. और सोचकर देखिएगा, वो व्यक्ति अगर 20 साल जिंदा है तो 18,250 into 20, 36,500 पाप उन्होंने किया है. ഇനി ആ വ്യക്തി 20 വർഷം ജീവിക്കുന്നെങ്കിൽ 36,500 പാപം. और सोचकर देखिएगा, वो व्यक्ति यदि 40 साल जिंदा है तो 73,000 पाप उन्होंने किया है. 40 വർഷം ജീവിക്കുന്നെങ്കിൽ 73,000 പാപം. 60 साल यदि जिया है तो 1,95,000 पाप उन्होंने किया है. 60 വർഷം ജീവിക്കുന്നുവെങ്കിൽ 1,09,500 പാപം. सोच कर देखिएगा, आप आपकी उम्र के साथ ये गिनती लगाकर देख लो कितना पाप हमने किया है. നമ്മുടെ ഓരോരുത്തരുടെയും പ്രായത്തോട് കൂട്ടി നമ്മൾ എത്ര പാപം ചെയ്ത് കാണുമെന്നൊന്ന് ജസ്റ്റ് കണക്ക് കൂട്ടി. ये मैंने एक डीसेंट व्यक्ति के बारे में बोला है. ഇതൊരു വളരെ അതിഭക്തന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. सुबह से रात तक 5 नहीं, 5 में तो कभी भी हम गिन नहीं पाएंगे. बड़े बड़े कार्यों को हम कर लेते हैं. ഒരു രാവിലെ മുതൽ രാത്രി വരെ എന്നുള്ളത് 5ഒന്നുമല്ല, 5 എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. हालेलुया, प्रेज लॉर्ड. सोचकर देखिएगा, एक एक पाप को एक एक ईंट है समझ लो. ഓരോ പാപവും ഒരു വലിയ കട്ടയാണെങ്കിൽ, हालेलुया, एक एक ईंट है समझ लो. ഒരു ഇഷ്ടികയാണെന്ന് ചിന്തിക്കുക. और वो एक पाप जब मैंने किया तो वो एक ईंट उठाकर मैंने सिर में रख दिया. ഒരു പാപത്തിനനുസരിച്ച് ഓരോ ഇഷ്ടിക തലച്ചുമടി ചുമന്നാൽ तो एक दिन में कितना ईंट सिर में रखना पड़ेगा? ഒരു ദിവസം 5 എണ്ണം തലയിൽ വെക്കണം. 365 डेज में ईंट रखने का जगह भी नहीं बचा है. 365 ദിവസം പിന്നെ എന്തെടുത്ത് വെക്കാനാ? पिछले हफ्ते किया हुआ पाप के बारे में मुझे आज याद भी नहीं है. കഴിഞ്ഞ ആഴ്ച ചെയ്ത പാപത്തിന് ഓർമ്മയേ ഇല്ല. मैं कुछ नया पाप भी कर रहा हूँ. പുതിയ പാപം വീണ്ടും ചെയ്യുകയാണ്. आपको समझ में आ रहा है? നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? समझ में आ रहा है? हालेलुया, प्रेज लॉर्ड. ये पाप का बोझ हम दिन प्रतिदिन उठाकर चल रहे हैं. ഈ പാപമെല്ലാം പേറിക്കൊണ്ട് അതിന്റെ ഭാരവും എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. यीशु कहता है, जो परिश्रम करते हैं, जो बोझ से दबे हुए हैं, वो मेरे पास आओ. യേശു വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വരുവിൻ. अरे ये पाप का बोझ हमें दबा रहा है और हमसे कहता है कि यीशु के पास आओ.
वो हमारा बोझों को उठा लेगा। ഈ പാപഭാരം ചുമക്കുന്നവരെ യേശു വിളിക്കുകയാണ്, നീ ഇതും ചുമന്നുകൊണ്ട് നടക്കണ്ട, എന്റെ അടുക്കൽ വരുവിൻ. एक बार मध्य प्रदेश में एक कैंप, यूथ कैंप हो रहा था। ഒരിക്കൽ മധ്യപ്രദേശിൽ ഒരു യവനക്കാരുടെ ക്യാമ്പ് നടക്കുകയാണ്. केरला से एक सर आया था वहां का सेशंस लेने के लिए। കേരളത്തിൽ നിന്ന് ഒരു സാറ് വന്നാണ് ക്ലാസ് എടുത്തത്. सेशंस होने के बाद में एक जवान व्यक्ति आकर ये सर को बुलाकर कहता है कि सर, आई डोंट थिंक दैट आई एम अ सिनर, मैं एक पापी हूं करके मुझे नहीं लगता है। ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഈ സാറിനോട് പറഞ്ഞു, സാറേ, എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു പാപിയാണെന്നൊന്നും. और ये सर घबरा गया कि मध्य प्रदेश में एक इनोसेंट व्यक्ति को हमने देखा है, पूरे दुनिया में नहीं है, लेकिन मध्य प्रदेश में एक व्यक्ति को मिल गया है। ആ സാർ വളരെയധികമായി അത്ഭുതം കൂറുവാനിടയായി ലോകത്തിലെങ്ങും കിട്ടാത്ത ഒരു വ്യക്തിയെ മധ്യപ്രദേശിൽ കണ്ടെത്തിയിരിക്കുന്നു. हालेलुया। और उससे कहता है कि बेटा एक काम करो, तुम्हें जो गलत है करके लगता है और पिछले 1 साल तुमने वो गलती नहीं किया है करके अपने आप को एक वर्डिक्ट बोलने के लिए उनसे कहता है। അവനോട് പറയുകയാണ്, കഴിഞ്ഞ ഒരു വർഷം നീ ചെയ്ത പ്രവൃത്തികളെ എല്ലാം കൂടെ നീ നോക്കി നീ നിന്നെ തന്നെ ഒന്ന് കുറ്റം വിധിക്കണം. हालेलुया। आपको पता है कि ये गलत है और मैं वो जाना कि गलती है सोचकर मैंने नहीं किया करके मेरे ही बारे में मैं वर्डिक्ट बोलना है। ഞാൻ തെറ്റാണെന്ന് മനസ്സിലാക്കി തെറ്റ് ചെയ്യാതെ ഇരുന്ന കാര്യത്തിൽ എന്നെ തന്നെ ഞാൻ കുറ്റം വിധിക്കണം. मतलब मैं कटघरे में खड़े रहना है और मैं ही जज हूं, मेरे बारे में मैं ही उस स्टेटमेंट बोलना है, उस वर्डिक्ट को बोलना है। ഒരു കോടതിയിൽ താൻ പ്രതിയുടെ സ്ഥാനത്ത് കയറി നിന്ന് ഞാൻ തന്നെ ജഡ്ജായിട്ടിരുന്ന് എന്റെ വിധി ഞാൻ തന്നെ പറയണം. मम्मी से गुस्सा नहीं हुआ, वहां नहीं जाना था करके बोला, मैंने नहीं गया। एक एक बातें जब एनालाइज करके देखकर कहना है कि मैंने कोई गलती नहीं किया है, मैंने कोई पाप नहीं किया है करके अपने आप से वर्डिक्ट बोलना है करके उनसे कहा। അവനോട് പറഞ്ഞു, നീ നിന്നെ തന്നെ കുറ്റം വിധിക്കണം, നീ തന്നെ ന്യായം വിധിക്കണം. നിന്റെ മമ്മി നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ടോ, പോകരുതെന്ന് പറഞ്ഞെടുത്ത് പോയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നീ നിന്നെ തന്നെ ഒന്ന് വിധിച്ചു നോക്കണം. 10 मिनट के बाद में ये जवान लड़का आकर इस सर से कहता है, सर आई अंडरस्टूड दैट आई एम अ सिनर। ഒരു 10 മിനിറ്റിനും അകം തന്നെ ഈ കൊച്ചു തിരിച്ചു വന്ന് പറഞ്ഞു, ഞാൻ പാപിയാണ്. हालेलुया, प्रेज द लॉर्ड। अरे पापी हूं करके बोलने के लिए इंग्लिश सीखना जरूरी नहीं है, PhD लेने का जरूरी नहीं है। हमारा हाथ छाती पे रखने ही पता चल जाता है कि हम सबसे बड़ा पापी हैं। നമ്മൾ ഒരു പാപിയാണെന്ന് പറയുവാനായിട്ട് വലിയ PhD എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പാപിയാണെന്ന് പറയാൻ നമ്മുടെ കരം നെഞ്ചത്ത് വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ അറിയുവാൻ കഴിയും. हालेलुया, कितना गुना हमने किया है। फलाना व्यक्ति के बारे में गलत बातों को हमने कहा है जो नहीं बोलना था, चुप चुप के उनको परिवार को भी नुकसान कर दिया, क्या क्या नहीं किया है। और हम कहते हैं कि हमसे भी बड़ा भक्त व्यक्ति और कोई नहीं है। മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറഞ്ഞ് അവരെ വേദനിപ്പിച്ച് ഒരുപാട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമ്മൾ ജീവിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയും നമ്മളെ പോലെ ഭക്തൻ വേറെ ആരുമില്ല. हालेलुया। सोचकर देखिएगा, इंसान पाप करने के लिए नहीं बनाया गया था, लेकिन हम जब पाप करते हैं परमेश्वर की प्रेम से हम दूर हटते रहता है। മനുഷ്യൻ പാപിയായി ജീവിക്കുവാനല്ല ദൈവിക ഉദ്ദേശത്താൽ നമ്മളെ സൃഷ്ടിച്ചത്, പക്ഷേ പാപത്തിന് അടിമപ്പെട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. जब भी एक व्यक्ति गलत काम करता है या झूठ बोलता है, उनका फेस एक्सप्रेशन में बहुत बदलावट हो जाता है। ഒരുവൻ തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. और फिर झूठ बोलता है तभी चेहरा में पसीना भर जाता है, हाथ पैर कांपना शुरू करता है, हमारे बोली में थोड़ा सा शब्द में बदलावट होना शुरू होता है। बिकॉज वी आर नॉट क्रिएटेड टू डू सिन, हम पाप करने के लिए नहीं बनाए गए हैं। वी आर बीन क्रिएटेड इन हिज इमेज, परमेश्वर के स्वरूप और सादृश्य में हमें उसने बनाया है। ഒരുവൻ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുവൻ കള്ളം പറയുമ്പോൾ മനുഷ്യന്റെ കൈകാലുകൾ വിറയ്ക്കും, അവന്റെ മുഖഭാവം മാറും, വെപ്രാളമുണ്ടാകും. കാരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്.
പാപം ചെയ്യത്തക്കവണ്ണമുള്ള സ്വരൂപത്തിലായിരുന്നില്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. इसके लिए पुलिस वाले जब एक चोर को पकड़ता है बड़ा आसान रहता है, क्योंकि जैसे ही एक एक क्वेश्चंस काउंटर क्वेश्चंस पूछते हैं तब उनको कांपना शुरू होता है, उनका प्रेशर अलग होता है, टेम्परेचर बढ़ जाता है, चेहरा लाल हो जाता है. हालेलुया, पता चलता है कि ये व्यक्ति ने गलत काम किया है. ഒരു കുറ്റവാളിയെ കുറ്റം വിധിക്കുമ്പോൾ അവന്റെ തെറ്റുകൾ കണ്ടുപിടിക്കുവാൻ വളരെ എളുപ്പമാണ്. അവൻ കള്ളം പറഞ്ഞതാണോ ഇല്ലയോ എന്ന് അവന്റെ ശാരീരികമായ വ്യതിയാനങ്ങളിൽ നിന്ന് മനസ്സിലാകും. बेटा तू कहाँ गया था, पूछेगा नहीं मैं तो यहाँ पर ही था, लेकिन वो अपने दोस्तों के साथ खेलने के लिए गया तो झूठ बोला है. दोबारा एक बार जब पूछता है मैंने वहां पर तुझे देखा था, तब वो कांपना शुरू करता है. ആ ഒരു കൊച്ചിനോട് ചോദിക്കുന്നു, നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൻ വെളിയിൽ കളിക്കുവാൻ പോയിട്ട് തിരിച്ചു വന്നതാ, പക്ഷെ ഞാൻ നിന്നെ കണ്ടല്ലോ എന്ന് കള്ളം അവനെ പിടിച്ചു കഴിയുമ്പോൾ അവൻ വിറയ്ക്കാൻ തുടങ്ങും. बेटा तू उस सिनेमा देखने के लिए वहां पर गया था करके बोलेगा नहीं नहीं मैं नहीं गया था, तो मैंने वहां पर तुझे देखा, नहीं मैं नहीं, मेरा जैसा कोई और होगा बोलकर बचने का कोशिश करते हैं. നീ സിനിമ കാണാൻ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ പോയില്ല. അപ്പോൾ ഈ ചോദിച്ച വ്യക്തി പറയുകയാണ്, നിന്നെ പോലെ ഒരുത്തന്നെ നിന്നെ ഞാൻ അവിടെ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയും ഞാനായിരിക്കത്തില്ല, എന്നെ പോലെയുള്ളവരായിരിക്കും. पुलिस कहेगा कि तुझे सीसीटीवी कैमरा में देखा था, तो बोलता है कि नहीं मैं नहीं, मेरे जैसा कोई और होगा करके बोल के निकलने का कोशिश करता है. लेकिन हमारा शरीर का एक एक प्रेशर बदलने के अनुसार, एक एक व्यवहार के अनुसार उन्हें पता चलता है कि हम गलत काम कर रहे हैं. നമ്മളെ CCTV ക്യാമറയിൽ കണ്ടു പിടിച്ചു എന്ന് പറഞ്ഞാലും, നമ്മൾ പറയും നമ്മളല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാനൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും ശരീരം അതിന്റെ രീതിയിൽ കള്ളം പറയുമ്പോൾ പ്രതികരിക്കും. पाप या गुनाह करने के द्वारा हम परमेश्वर की प्रेम से दूर हो गए. इसके लिए मसीह यीशु आज बुलाता है कि कम टू मी, मेरे और आओ, हालेलुया, मैं तुम्हारा बोझ उठा लूंगा. പാപത്താൽ അവൻ ഭാരം പേറി ജീവിക്കുന്ന വ്യക്തികളോട് നോക്കി യേശു വിളിക്കുകയാണ്, അവൻ ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വരുവീൻ. यीशु का क्वालिफिकेशन क्या है हमें उसके पास बुलाने के लिए? യേശുവിന്റെ അടുക്കിലേക്ക് നമ്മളെ വിളിക്കുവാൻ എന്ത് ഗുണമാ ഉള്ളത്? इस संसार में कोई भी हमारे लिए मरा नहीं है. यीशु मेरे लिए मरने के लिए तैयार हुआ. लेकिन एक और आयत को हम देखेंगे, यशायाह की किताब उसके 53 अध्याय उसके 6 आयत को हम पढ़ेंगे. यशायाह की किताब उसके 53 अध्याय उसके 6 आयत को हम पढ़ेंगे. യെശയ്യാ 53:6, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. आमीन. यहोवा ने हम सभियों का पाप अधर्मों को यीशु के ऊपर डाल दिया करके हम वहां पर पढ़ते हैं. യഹോവ നമ്മുടെ അകൃത്യത്തിന്റെ ഭാരം യേശുവിന്റെ മേൽ ചുമത്തി. मैंने जो भी गुनाह किया है, जो भी पाप के रास्ता में चला है, जो भी गलत व्यवहार मैंने किया है, हमें सारे गुनाह उस यीशु के ऊपर डालने के लिए पिता तैयार हो गया. ഞാൻ ചെയ്ത സകല പാപത്തിന്റെയും ഭാരം യേശുവിന്റെ മേൽ ചുമത്തി. हालेलुया. यूहन्ना यीशु चलकर आते हुए देखते हुए कहता है कि इस संसार का, मानव जाति का, हालेलुया, वजन उस वजन को उठाने वाला यीशु चल के आ रहा है करके कहता है. യോഹന്നാൻ സ്നാപകൻ യേശു നടന്നു വരുന്നത് കണ്ട് നോക്കി പറയുകയാണ്, അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. हालेलुया. परमेश्वर का मेमना जो पूरा मानव जाति का पाप को उठाने के लिए तैयार हो गया है. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. हालेलुया. हमारे पाप के कारण हम नरक में जाना था, लेकिन नरक का शिक्षा यीशु अपने ऊपर उठाने के लिए तैयार हो गया. परमेश्वर का वचन हमें सिखाता है. പാപത്തിന്റെ കാരണം നമ്മൾ നരകത്തിലേക്ക് പോകാമായിരുന്നു, പക്ഷേ അവിടെ നിന്ന് രക്ഷിപ്പാനായി യേശു നമ്മുടെ പാപത്തിന്റെ ഭാരം ഏറ്റെടുത്തു. नरक, हालेलुया, हमारे लिए नरक इसके लिए होता है क्योंकि वहां पर यीशु का उपस्थिति नहीं
नहीं है। നരകം നരകമായിരിക്കുന്നത് അവിടെ യേശുവിന്റെ സാന്നിധ്യമില്ലാത്തത് കൊണ്ടാണ്. हालेलुया। नरक नरक बन जाएगा यदि यीशु नहीं है तो। ദൈവം ഇല്ലെങ്കിൽ, യേശു ഇല്ലെങ്കിൽ നരകം നരകം തന്നെ. लेकिन आज यीशु हमें बुलाता है, कम टू मी, मेरे और आओ, मैं तुम्हारा सारा बोझ उठाने के लिए तैयार हूं। എന്നാൽ ഇന്ന് യേശു നമ്മെ വിളിക്കുകയാണ്, നിങ്ങൾ എങ്കിലേക്ക് കടന്നു വരുവീൻ, നിന്റെ പാപത്തിന്റെ ഭാരം ഞാൻ ചുമക്കാം. क्योंकि हालेलुया हम नरक की ओर जाने वाले थे, लेकिन वहां से हमें खींच निकाल कर स्वर्ग का वारिश यदि वो बना रहा है तो वो एक मौका हम कभी भी नष्ट ना करें। ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ആമേൻ നരകത്തിന്റെ അനുഭവം ആമേൻ നമ്മൾ വാങ്ങിക്കരുത്. നരകത്തിലേക്ക് പോകാതെ ആമേൻ നിത്യജീവനിലേക്കുള്ള അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. और फिर यीशु 29 वर्स में कहता है कि मेरा जुआ उठा लो, हालेलुया, क्योंकि वो तुम्हें उतना वजनदार नहीं लगेगा, क्योंकि उस जुआ का एक साइड मैंने मेरे कंधों पर उठा लिया है। യേശു 29 വാക്യത്തിൽ പറയുകയാണ്, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്റെ നുകം ലഘുവും മൃദുവുമാകും. हालेलुया। मैं अपने आप से उठा नहीं पाऊंगा, इसके लिए यीशु कहता है कि तू थोड़ा सा उठा, बाकी मैं उठा रहा हूं, तेरे लिए वो वजन मैंने कम करके दिया है, लेकिन तू मुझसे सीख करके, यीशु वहां पर हमसे कहता है। യേശു പറയുകയാണ്, നിനക്ക് തന്നെ നിന്റെ നുകം എടുക്കുവാൻ കഴിയത്തില്ല, അതിന്റെ മറുഭാഗത്ത് ഞാനുണ്ട്. ആമേൻ, അതുകൊണ്ട് നീ അല്പം ഒന്നെടുക്ക്, ആമേൻ, ഞാൻ അതിന്റെ ബാക്കി ഭാരം മുഴുവനും ഞാൻ എടുത്തുകൊള്ളാമെന്ന് യേശു പറയുക. हालेलुया, प्रेज लॉर्ड। आज यीशु हमसे कहता है, कम टू मी, मेरे और तुम आओ, हालेलुया, और प्रेज लॉर्ड मुझसे तुम सीखो, हालेलुया, अपने आप को परमेश्वर के सम्मुख अर्पण करने के लिए, समर्पण करने के लिए परमेश्वर आज हमें अगुवाई देता है। നീ എങ്കിലേക്ക് വരണം, ആമേൻ, എന്നിലേക്ക് സമർപ്പിക്കണം, എന്നിൽ നിന്ന് നീ പഠിക്കണം. एक एक दिन हम करने वाले पाप, हालेलुया, वो हमें अनगिनत हो जाता है, वो हमारे ऊपर एक वजन जैसा, एक बोझ जैसा हो जाता है, हालेलुया, और उस बोझ के नीचे हम दबे हुए अनुभव में कभी भी मसीह यीशु का वो फ्रीडम हम अनुभव कर नहीं पाते हैं। आज परमेश्वर कहता है, ये वजन उठाकर आप चलने का कोई जरूरत नहीं है, ये बोझ परमेश्वर के ऊपर हम डालना है। ദിനം പ്രതി ചെയ്യുന്ന പാപങ്ങൾ പെരുകി വരുന്നത് കൊണ്ട് അത് നമ്മുടെ മേളിൽ വലിയൊരു ഭാരമായി തീർന്ന് ആമേൻ നമ്മൾ വളരെയധികം അതിനകത്ത് നമ്മൾ പെട്ടിരിക്കുന്ന അനുഭവം പോലെ ഭാരം ചുമക്കുമ്പോൾ യേശു പറയുക, എന്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. समाप्त करने से पहले एक और बात मैं कहना चाहता हूं। उस स्त्री जो यीशु के पास लेकर आया गया, लोग उसे पत्थर मारकर मार डालने के लिए तैयार होकर आए हुए थे। ആ പാപിയായ സ്ത്രീ യേശുവിന്റെ അരികിൽ വന്നപ്പോൾ ആമേൻ ജനം അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനായി ഒരുങ്ങുകയാണ്. हालेलुया। यीशु उसे पत्थर नहीं मारते हैं, बल्कि कहता है कि तेरे पापों को मैंने माफ कर दिया है। യേശു അവളെ കല്ലെറിയുന്നില്ല, യേശു പറയുകയാണ്, ഞാൻ നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു. हालेलुया। और क्षमा करके उसे घर नहीं भेज रहा है, बल्कि उसे और एक बात कहते हैं, अब तुम पाप नहीं करना, नाउ, हालेलुया, अब तुम उस पाप को ना करे करके यीशु उस व्यक्ति से कहते हैं। അവിടെ പാപം ക്ഷമിച്ചു കൊടുത്ത് അവളെ നേരെ വീട്ടിലോട്ട് വിടുകയായിരുന്നില്ല. യേശു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവൻ നിന്റെ പാപമൊക്കെ ക്ഷമിച്ചു തന്നു, എന്നാൽ ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. हालेलुया। हमारे पापों को उसने क्षमा तो किया है, लेकिन और एक वार्निंग देता है, अब हम पाप ना करें। യേശു പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ യേശു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. पवित्र आत्मा को शोकित करने वाला कोई भी अनुभव हमारे जिंदगी में नहीं होने पाए। പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ. अनंतता नष्ट होने वाला कोई भी लाभ हमारे जिंदगी में नहीं होने पाए। നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്നതൊന്നും ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ. हालेलुया। कम टू मी, परमेश्वर की ओर आए, हालेलुया, और उसके सम्मुख हम सबमिट करें, ईल्ड करें, और उस परमेश्वर से सीखने के लिए हमें मसीह यीशु आज हमें स्मरण दिलाता है। इस वचनों के द्वारा परमेश्वर सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर और अनुमति दिए परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। परमेश्वर सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू ऑल। हमें भी आपकी प्रार्थना में उठाए रखें। खासतौर से यहाँ के मौसम, यहाँ के वार्तालाप बहुत ही